ഇനി അലൂമിനിയത്തിനകത്താണ് ഈ ഒരു 10 സെന്റിമീറ്റർ സ്കേർട്ടിങ് അകത്തേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോണത്. കാരണം നിലവിൽ നമ്മൾ ഈ മുകളിൽ നിന്ന് വരുന്ന അലൂമിനിയത്തിൻ്റെ പീസിന് നേരെ തന്നെയാണ് സ്കേർട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നേരെ കൊടുക്കുന്ന സ്കേർട്ടിങ് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ താഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റിൻ്റെ ലോഡ് എടുക്കുന്ന സിസ്റ്റം, ആ വെയിറ്റ് ബാലൻസിങ് മെത്തേഡ് മാറിപ്പോകും. കാരണം നിലവിൽ ഈ ഗ്രാനൈറ്റ് കിച്ചൺ ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത് ഈ ഒരു അലുമിനിയം പീസിലേക്കാണ്. ഈ അലുമിനിയം പീസ് നേരെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്നതും ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നതും തമ്മിൽ വെയിറ്റ് എടുക്കുന്നതിലൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സജഷനിൽ അലുമിനിയം കിച്ചണിൽ ഒരിക്കലും 4 ഇഞ്ച് അകത്തേക്ക് വെച്ചിട്ട് സ്കേർട്ടിങ് കൊടുക്കുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അങ്ങനെ അലുമിനിയം കിച്ചണിൽ ഒരാൾക്ക് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ഈ ഗ്രാനൈറ്റിൻ്റെ ഡെപ്ത് കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷന്. ഡെപ്ത് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ ഈസിയാണ്. അതിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡെപ്ത് കൂട്ടിക്കൊടുക്കുമ്പോൾ പ്രൊഫൈൽ ഹാൻഡിൽ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഗ്രാനൈറ്റ് സ്ലാബിനോട് ചേർന്നായിരിക്കും പ്രൊഫൈൽ ഹാൻഡിൽ വരിക. അത് ഒരുപാട് അകത്തേക്ക് കൈയിട്ടിടേണ്ട രീതിയിലേക്ക് വരും. അതേസമയം നോർമൽ ഹാൻഡിലാകുമ്പോൾ ഏകദേശം ഈ ഒരു പൊസിഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാനൈറ്റ് സ്ലാബ് ശേഷം പുറത്തേക്ക് ചാടി കടന്നു കഴിഞ്ഞാലും ഈ ഹാൻഡിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രൊഫൈൽ ഹാൻഡിൽ വെച്ചിട്ട് നോർമൽ കണ്ടീഷനിൽ ഡോറിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ മാത്രമാണ് ഗ്രാനൈറ്റ് ഓവർലാപ്പ് ചെയ്ത് കിടക്കേണ്ടത്.